ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് കളക്ഷൻ്റെ രണ്ടാമത്തെ ഡിസൈനാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഒരു ഗ്രീൻ കളർ സാറ്റിനിലാണ് നമ്മളിത് ചെയ്തെടുത്തേണത്. റെഡ് ഫ്ലവറും കൂടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ സാറ്റിൻ 2 മീറ്ററാണ് എടുത്തേണത്. ബോക്സ് പ്ലീറ്റ് ഇട്ടിട്ടാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോട്ടൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് കളറ് നമ്മൾ സാറ്റിനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടിഭാഗം, അതായത് നമ്മൾ ബോക്സ് പ്ലീറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 22 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടാണത് കേട്ടോ. 33 ഇഞ്ചാണ് എൻ്റെ ഫുൾ ലെങ്ത്. പടിയിലോട്ട് 20 എടുത്തു കേട്ടോ. അപ്പോൾ ബോക്സ് പ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടിഭാഗം നല്ല കട്ടിയിൽ മടക്കിയടിക്കണം. അപ്പോൾ ഞാനൊരു 4 ഇഞ്ചും കൂടി എക്സ്ട്രാ വിട്ടിട്ട് ഇതുപോലെ തന്നെ മറ്റൊരു പീസ് ബാക്കിലോട്ടും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസ് 44 ഇഞ്ചാണ് വിട്ട് വരുന്നത്, ബാക്ക് പീസും 44 ഇഞ്ച് തന്നെ. അതിനുശേഷം ഞാൻ കോട്ടനും 2 പീസ് ആ ഒരു സെയിം ലെങ്ത്തിൽ തന്നെ ഇതുപോലെ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും. ഇനി യോക്കാണ് അടയാളപ്പെടുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ ഒരു സീം അലവൻസ് വിട്ടിട്ട് 4.25 ഇഞ്ച് ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 4 ഇഞ്ചാണ് മിഡാം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തത്. 6 ഇഞ്ചാണ് കേട്ടോ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത്. അതായത് ചെസ്റ്റ് അളവ് 22 ആണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി യോക്ക് ലെങ്ത്ത് 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് 5.5 ഇഞ്ചാണ് ഞാൻ അതിൻ്റെ റൗണ്ട് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ യോക്കിൻ്റെ റൗണ്ടിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക, 4 കൊണ്ട് ഹരിക്കാം. അതിനുശേഷം സീം അലവൻസൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ 2 ഇഞ്ചും അടിയിൽ ഒരു 1/2 ഇഞ്ചും. ശേഷം നമ്മൾ ഈ ആം ഹോൾ ഒന്ന് റൗണ്ട് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഫ്രണ്ടിലെ ആം ഹോൾ കുഴിച്ച് വെട്ടാനായിട്ട് മറക്കരുത്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ബാക്കിൽ ഞാൻ സിബ്ബാണ് കൊടുക്കുന്നത്. സിബിന് വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ചോളം സീം അലവൻസ് വിട്ടിട്ട് വേണം ഈ ഒരു ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സീം അലവൻസ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ്റെ ആം ഹോള് കുഴിച്ച് വെട്ടാനായിട്ട് മറക്കരുത് കേട്ടോ. അതിന് ശേഷം മെയിൻ മെറ്റീരിയൽ സാറ്റിനിൽ നമ്മൾ ഈ ഒരു ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്ലീവാണ് കേട്ടോ മാർക്ക് ചെയ്യണത്. അപ്പോൾ സീം അലവൻസ് മടക്കിടിക്കാനുള്ള സീം അലവൻസ് ഞാൻ വിട്ടിട്ടുണ്ട്. അതിന് ശേഷം സ്ലീവിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ച് അടയാളപ്പെടുത്തി 10 ഇഞ്ചാണ് ആം ഹോള് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് 5 ഇഞ്ച് ഞാൻ ആ സൈഡിലോട്ട് മാർക്ക് ചെയ്തിട്ട് 2.5 ഇഞ്ചോളം നമ്മൾ താഴ്ത്തി മാർക്ക് ചെയ്തിട്ട് ഡയഗണലി വരച്ചിട്ട്, സാധാരണ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യില്ലേ, അതൊന്ന് ആദ്യമേ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മളുടെ സാധാരണ സ്ലീവിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം പിന്നെ ഈ ഒരു പഫ് സ്ലീവിൻ്റെ ഇതിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്തെടുക്കാൻ. അതിന് ശേഷം മുകളിലോട്ട് ഒരു 4 ഇഞ്ചോളം ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത്രയും വലിയ റൗണ്ടാണ് ആം ഹോളിലോട്ട് കൊടുത്തത്. കാരണം ചെറിയ ഫ്രിൽസ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പഫ് ചെയ്തെടുത്തത്. അപ്പോൾ ആ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തേണത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ 2.5 ഇഞ്ചാണ് നമ്മളുടെ ഈ ഒരു നെക്കിൻ്റെ വൈഡ് കൊടുത്തേണത്. 3.5 ഇഞ്ച് ലെങ്ത്തും കൂടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ഞാൻ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമ്മുടെ നെക്കിന് വേണ്ടി യൂസ് ചെയ്യാം. ബാക്ക് നെക്ക് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിന് വേണ്ട ഒരു എക്സ്ട്രാ സീം അലവൻസ് 3/4 ഇഞ്ച് വിട്ടിട്ട് വേണം, ആ ഒരു ഫോൾഡിങ്ങിൻ്റെ അവിടെ വിട്ടിട്ട് വേണം നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിന് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ കാര്യങ്ങൾ. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ക്യാൻവാസ്. ശേഷം നമ്മൾ ലൈനിങ്ങോട് കൂടിയിട്ട് മെയിൻ പീസ് അറ്റാച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ക്യാൻവാസ് സാധാരണ ചെയ്യണ പോലെ തന്നെ കൂട്ടിയടിച്ചിട്ട് ഈ നല്ല ഭാഗത്തിനോട് നല്ല ഭാഗം വെച്ചിട്ട് നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ആദ്യമായിട്ട് കാണണവരുണ്ട്, അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്റ്റിച്ചിങ് ചെയ്യണവരുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നെക്ക് കൃത്യമായിട്ട് ചെയ്യണത്. അത് ഡൗട്ടുള്ളവർ അതൊന്ന് പോയി കണ്ടാൽ മതി കേട്ടോ. ശേഷം നമ്മൾ നമ്മുടെ ഈ ബോക്സ് പ്ലീറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബോക്സ് പ്ലീറ്റിൻ്റെ ഒരു വിട്ട് വന്നത് 2.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാൻ 44 ഇഞ്ച് വിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഞാനൊരു പീസിന്. അപ്പോൾ എനിക്ക് വേസ്റ്റിൻ്റെ റൗണ്ട് വളരെ കുറവാണ്, കുഞ്ഞു കുട്ടിയല്ലേ.
മെറ്റീരിയലുകൾ. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് റൗണ്ട് കുറവായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉള്ളിലോട്ട് നമ്മുടെ മെറ്റീരിയൽ നന്നായി ഉള്ളിലോട്ട് കൊടുത്തിട്ടാണ് ബോക്സ് പ്ലേറ്റ് ഇട്ട് കൊടുത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ തന്നെ ഒരു ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് പീസിലോട്ടാണ് കേട്ടോ ഞാൻ ആദ്യം ബോക്സ് പ്ലേറ്റ് ഇട്ട് കൊടുത്തേണ്ടത്. ശേഷം ഞാൻ 4 ഇഞ്ച് നമുക്ക് മടക്കിയടിക്കാനുള്ളൊരു സീം അലവൻസ് വിട്ടിട്ടുണ്ട്. കാരണം ബോക്സ് പ്ലേറ്റിൻ്റെ അടിയിൽ നല്ല കട്ടിയിൽ കിടക്കണമെങ്കിലാണ്, കുറച്ചും കൂടി വിട്ടിൽ തയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനൊരു 2 ഇഞ്ച് വിട്ടേ അടിയിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പം മടക്കി അടിക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് ലൈനിങ്ങിൻ്റെ അടിഭാഗം കൂടി മടക്കി അടിച്ചിട്ട് ഞാൻ സാധാരണ പ്ലീറ്റ് ഉണ്ടല്ലോ, നൈഫ് പ്ലീറ്റ്, അതാണ് ലൈനിങ്ങിന് വേണ്ടി ഇട്ട് കൊടുത്തേണത് കേട്ടോ. അതുപോലെ പ്ലീറ്റ് ഇട്ടിട്ട് നമ്മുടെ ഈ ബോക്സ് പ്ലീറ്റ് ഇട്ട് വെച്ചാണ് സാറ്റിനോട് കൂടിയിട്ട് കൂട്ടി യോജിപ്പിക്കുക കേട്ടോ. ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ആദ്യം ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ചെയ്ത് വെച്ചാൽ ആ യോക്ക് പോർഷനായിട്ട് ഈ ബോക്സ് പ്ലേറ്റ് ഇട്ടാണ് പോർഷൻ നമ്മൾ അറ്റാച്ച് ചെയ്ത് മാറ്റി വയ്ക്കുക. കാരണം ഇത് ഞാൻ പറഞ്ഞത് എന്താ, ഫ്രണ്ട് പോർഷനാണ് ഞാൻ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞത്. നമ്മുടെ സിബിനോട് കൂടിയിട്ടല്ല ബാക്ക് യോജിപ്പിക്കണത്, നമ്മൾ സൈഡ് ജോയിനിങ് ആണ് ഈ ഒരു ഉടുപ്പിന് കൊടുക്കുന്നത്. സിബിനോട് കൂടിയിട്ട് ബാക്കിൽ ജോയിനിങ് വരാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമ്മളുടെ ബോക്സ് പ്ലേറ്റ് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഇത് ഞാൻ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്യണത്. ഇനി നമ്മൾ സാധാരണ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ ബാക്ക് പോർഷൻ്റെ ലൈനിങ് സാറ്റിനോട് കൂട്ടി യോജിപ്പിച്ച് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം കൺസീൽഡ് സിബാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കൺസീൽഡ് സിബ് വെക്കണവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സിബ് വെക്കണതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ആണ് കേട്ടോ വരുന്നത്, വലിയ വീഡിയോ അല്ല. അതൊന്ന് കണ്ടാൽ മതി. അപ്പോൾ കൺസീൽഡ് സിബ് എങ്ങനെയാണ് വെക്കണതെന്നുള്ളത് കൃത്യത്തിൽ മനസ്സിലാവും. അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം അടിഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു 1 ഇഞ്ച് ലെങ്ത്തിൽ മതി കേട്ടോ കൂട്ടി യോജിപ്പിക്കാം. അതിനുശേഷം ബാലൻസ് ഉള്ള സിബ് ഒന്ന് കെട്ടിട്ട് നിർത്തിയിട്ട് കട്ട് ചെയ്ത് കളയാം. ശേഷമാണ് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ക്യാൻവാസ് നമ്മളിങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ എക്സ്ട്രാ സീം അലവൻസ് വിട്ടിട്ടുണ്ടല്ലോ, സെൻറ്റർ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സാധാരണ ചെയ്യണ പോലെ തന്നെ നമ്മൾ വിട്ടണ ആ സീം അലവൻസ് കൃത്യത്തിൽ തന്നെ ആ സിബിൻ്റെ അവിടെ വരണം. എന്നിട്ട് നമ്മൾ സാധാരണ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ സീം അലവൻസ് ആ ഒരു ക്യാൻവാസിനോട് കൂടി തന്നെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് പതിച്ചരിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കിഡ്സിന് ഉടുപ്പ് പഠിക്കുമ്പോൾ ബാക്കിൽ ഒരു വള്ളി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനൊരു വള്ളി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പാടൊന്നുമില്ല വള്ളി അടിക്കാനായിട്ട്. നല്ല വശത്തിനോട് നല്ല വശം വെച്ചിട്ട് ഒന്ന് അടിച്ച് തിരിച്ച് മറിച്ചെടുത്താൽ മതി കേട്ടോ. ശേഷം നമ്മൾ അടിഭാഗം നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ബാക്കിൻ്റെ പോർഷനും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഷോൾഡർ ജോയിനിങ് ആണ് ചെയ്യണത് കേട്ടോ. ഫിനിഷ് ചെയ്തിട്ടുള്ള ക്ലോസ് ചെയ്തിട്ട് വരണ മെത്തേഡാണ് എടുത്തേണ്ടത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു നെക്ക് ചെയ്യണതിൻ്റെ വീഡിയോയിൽ തന്നെ ഷോൾഡർ ജോയിനിങ്ങും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ക്ലോസ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് സ്ലീവാണ് അടിക്കേണ്ടത്. അപ്പോൾ അടിഭാഗം വിട്ടേണ്ടത് നമ്മൾ 1 ഇഞ്ചാണ് സീം അലവൻസ്, അതൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് പഫ് സ്ലീവാണ് വരുന്നത്. അപ്പം മുകളിൽ നമ്മൾ ഫ്രിൽസ് വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അതായത് നമ്മളുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ലെങ്ത്ത് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടിയ ലെങ്ത്തിലിട്ടിട്ട് ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതൊന്ന് നൂല് വലിച്ചിട്ടാണ് കേട്ടോ ഫ്രിൽസ് ഇടുന്നത്. പ്ലീറ്റ് ഇട്ടിട്ടുള്ള ഫ്രിൽസ് അല്ല. പ്ലീറ്റ് ഇട്ടിട്ട് വരുന്ന ഫ്രിൽസിനും നൂല് വലിച്ചിട്ടുള്ള ഫ്രിൽസിൻ്റെയും ആ ഒരു സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നൂലാണ് വലിച്ചേണത് കേട്ടോ. പ്ലീറ്റ് ആണ് ഇടണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ കുഞ്ഞ ആ ഒരു ഫ്രിൽസ് ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പം മുകൾ ഭാഗം ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടിയിലോട്ട് ബൈസെപ്സിൻ്റെ അളവ് 6 ഇഞ്ചാണ് വരുന്നത്, ഹാഫ് സ്ലീവിൻ്റെ റൗണ്ടിൻ്റെ അളവ്. അപ്പോൾ ഞാനൊരു 6.5 ഇഞ്ചിൽ ഞാനൊരു 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പകുതി വെച്ചിട്ടാണ് അടിക്കണത്, കാരണം വേറെ ഒന്നല്ല, അത് സീം അലവൻസ് ആയിട്ട് സ്ലീവിന് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പോർഷനിൽ ഞാൻ ഈ ഒരു ഇലാസ്റ്റിക് വെച്ചിട്ട് ഞാനൊന്ന് വലിച്ചു പിടിച്ചിട്ട് നല്ല രീതിയിൽ വലിച്ചു പിടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സ്ലീവ് നല്ലൊരു പഫ് സ്ലീവായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ആം ഹോളിനോടൊപ്പം തന്നെ നമ്മളുടെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ സ്ലീവും ജോയിൻ ചെയ്തിട്ട് ആം ഹോളിനോട് കൂടിയിട്ട് ഫിനിഷ് ചെയ്ത് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സൈഡ് പോർഷനും കൂടി നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഫ്രോക്ക് റെഡിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ബോക്സ് പ്ലീറ്റിലല്ല, നിങ്ങൾക്ക് സാധാരണ പ്ലീറ്റിൽ ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ.
ഇനിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ മെയിൻ പോർഷൻ ചെയ്യണത്. മറ്റൊന്നുമല്ല, നമ്മളുടെ ആ ഒരു ഫ്ലവറാണ്. അപ്പോൾ ഈ ഫ്ലവർ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ള സാറ്റ് നിങ്ങൾ മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു റെഡ് സാറ്റിൻ്റെ ഒപ്പം തന്നെ ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഈ ഒരു ഷേപ്പിൽ 2 ടൈപ്പ് പെറ്റൽസ് ഞാൻ കട്ട് ചെയ്യണുണ്ട് കേട്ടോ. പക്ഷെ ഞാനിതിൽ വലിയ പെറ്റൽസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ഒരു 8 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് കളറിൽ ഇരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസിങ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഫ്യൂസിങ് പേപ്പറും കട്ട് ചെയ്തിട്ട് ഞാനത് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സ്റ്റെം ചെയ്യാനുള്ളത്, തണ്ട് ചെയ്യാനുള്ള ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വശത്തിനോട് നല്ല വശം വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഈ ഫസ്റ്റ് ഈ ബേസ് ഞാൻ ഈ റൗണ്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫ്ലവറിൻ്റെ. അപ്പോൾ നമ്മൾ ഇത് ഒരു കുറച്ച് ഭാഗം തിരിച്ച് മറിച്ചെടുക്കാനുള്ള ഒരു കുറച്ച് പോർഷൻ വിട്ടിട്ട് നമ്മളിതൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക. ശേഷം ഈ അരിഭാഗമൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റെഡി ആവും കേട്ടോ. ഇതിപ്പോൾ ഫ്യൂസിങ് പേപ്പർ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ പേപ്പർ ക്യാൻവാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബേസ് നമ്മൾക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ തിരിച്ചെടുത്തതിന് ശേഷം ആ ഒരു ഗ്യാപ്പ് നമ്മളൊന്നൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഇതൊന്നും കാണില്ല, പെറ്റൽസ് വരുമ്പോൾ ഇതൊന്നും കാണില്ല കേട്ടോ, മറഞ്ഞു പോയിക്കോളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പെറ്റൽസ് ആണ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ നല്ല വശത്തിനോട് ഈ സാറ്റിൻ്റെ നല്ല വശം റോങ് സൈഡിലാണ് നമ്മൾ ഈ ഫ്യൂസിങ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തത് സാറ്റിൻ്റെ. അപ്പോൾ നല്ല വശത്തിനോട് നല്ല വശം വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഒരു സീം എലമെൻറ്റ്സ് വിട്ടിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ചെറിയൊരു കട്ടിങ് കൊടുക്കാനായിട്ട് മറക്കരുത്. ശേഷം തിരിച്ച് മറിച്ചെടുത്തിട്ട് നല്ല രീതിയിലൊരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു എഡ്ജൊക്കെ കറക്റ്റ് ആക്കുക. ശേഷം അടിഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒരു പെറ്റൽസിൻ്റെ ഒരു പോർഷൻ കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നമ്മളുടെ ഈ ചൂസ് ചെയ്യുന്ന ആ ബേസിൻ്റെ റൗണ്ട് അനുസരിച്ച് എത്ര ആവശ്യമുണ്ട് പെറ്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പെറ്റൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ ഈ പെറ്റൽസ് വെച്ചിട്ട് ആ ഒരു റൗണ്ട് ബേസിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെറ്റൽസ് എല്ലാം ആ ഫ്ലവറിൻ്റെ ഏകദേശം ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ സെൻറ്ററിൽ നമ്മളൊരു ചെറിയൊരു റോസ് പോലെ സെൻറ്റർ ഒന്ന് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ 4 ഇഞ്ചിൽ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കിയടിക്കുകയാണ് ചെയ്യണത്. മടക്കിയടിക്കൽ ഒരുമിച്ച് വെച്ചടിക്കുകയാണ് ചെയ്യണത്, ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെ. ശേഷം ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുത്തിട്ട് ഫ്ലവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അടുപ്പിച്ച് നമ്മൾ ചെറിയ പ്ലീറ്റുകൾ ഒരു 1/2 ഇഞ്ച് വിട്ടിൽ മതി കേട്ടോ പ്ലീറ്റുകൾ. അങ്ങനെ നമ്മൾ ഈ ഒരു പീസ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ സെൻറ്ററിൽ വെക്കേണ്ട പോർഷനും കൂടിയും റെഡിയാണ് കേട്ടോ. ഇനി സ്റ്റെമ്മാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പൈപ്പിങ്ങിൻ്റെ ത്രെഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് സെൻറ്ററിൽ വെച്ചിട്ട് അവിടെ ഒന്നൊരു കെട്ടിട്ട് നിർത്താം കേട്ടോ. ഈ ഒരു തിരിച്ച് മറിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സൂചി നൂലും കോർത്തിട്ട് മറിച്ചെടുക്കാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ത്രെഡ് സെൻറ്ററിൽ വെക്കുക. ത്രെഡിൽ സ്റ്റിച്ചിങ് ഒന്നും വീഴരുത്. അപ്പോൾ 3/4 ഇഞ്ച് വിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തേണത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ വിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 9 ഇഞ്ചാണ് എടുത്തേണത്. ലെങ്ത്ത് നമ്മളുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ത്രെഡ് പിടിച്ചൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പാടുണ്ട്, നല്ല ടൈറ്റ് ആയിരിക്കും. കാരണം ഈ ഒരു 3/4 ഇഞ്ചിൽ കൂടെ ബാലൻസ് ഉള്ള മെറ്റീരിയൽ എല്ലാം കടന്നു വരണം. അപ്പോൾ നന്നായി ടൈറ്റ് ചെയ്ത് വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റെം റെഡിയാണ്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ് സെൻറ്ററിൻ്റെ പോർഷനിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ആദ്യം നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗ്ലൂ ഗണ്ണ് ഇല്ലാത്തവർക്ക് പശ വെച്ചിട്ട് ഒട്ടിക്കാം. അതിനുശേഷം ഒന്ന് തുന്നി കൊടുത്താൽ മതി. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷവും അതിൻ്റെ സെൻറ്ററിലൊന്ന് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്ലവർ നമ്മുടെ സ്റ്റെമ്മിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതും നമ്മുടെ ഗ്ലൂ ഗണ്ണും വെച്ചിട്ട് നമ്മളൊന്ന് എത്ര പോർഷനാണ് നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു റൗണ്ട് അനുസരിച്ച് കുറച്ച് ഭാഗത്ത് നമ്മൾ ഈ ഒരു പശ വെച്ചിട്ട് ഒട്ടിക്കുക. തുന്നി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. കാരണം നമ്മളിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കണതാണ്. അപ്പോൾ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഞാൻ ഇതുപോലെ തന്നെ ഈ പെറ്റിലുണ്ടാക്കിയ പോലെ തന്നെ 2 ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടിയിട്ട് ഞാൻ 2 ലീഫും കൂടിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലീഫും കൊടുത്താണത് ഈ റെഡ് കളർ തന്നെയാണ്. കാരണം ഗ്രീൻ
പ്ലെയിനിൽ ഗ്രീൻ കൊടുത്താൽ ചിലപ്പോൾ കണ്ടുവെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് റെഡ് കൊടുത്തത്. അപ്പോൾ 2 സൈഡിലായിട്ട് 2 ലീഫും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് എവിടെയാണോ വെക്കേണ്ടത്, ഏത് ബോക്സ് പ്ലീറ്റിൻ്റെ സൈഡിലാണോ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെമ്മൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഒട്ടിച്ചു കൊടുത്താൽ മാത്രം പോരാ, ചെറുതായിട്ട് നമ്മളൊന്ന് തുന്നി കൊടുക്കും വേണം കേട്ടോ. എന്നാലാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിക്കായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ വിട്ടു പോരാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഉടുപ്പ് റെഡിയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നേണത് ഇതാണ് കേട്ടോ. വളരെ ക്യൂട്ടായിട്ട് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റും ക്രിസ്മസിന്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്